ഇങ്ങനെ ആവി പറക്കുന്ന പുട്ട് ഇഷ്ടമില്ലാത്തവർ ആരാളുള്ളത്? പുട്ടിൻ്റെ കൂടെ പല പല കോമ്പിനേഷൻസ് ഉണ്ട്, പലതരം പുട്ടുകളുണ്ട് അല്ലേ? ഇതാ ഇന്നൊരു പുട്ടിൻ്റെ റെസിപ്പിയാണ്. ഇതൊരു വെറൈറ്റി, ടേസ്റ്റി, ഇതിൻ്റെ കൂടെ കറി ഒന്നും വേണ്ട എന്നുള്ളതാണ് ഒരു പ്രത്യേകത. രണ്ടാമത് വണ്ണം കുറയ്ക്കണം, വെയിറ്റ് കുറയ്ക്കണം എന്നുള്ളവരുണ്ട് എന്ന് വിചാരിച്ചോളൂ, അവർക്കും കഴിക്കാൻ പറ്റിയ പുട്ടാണ് ഇന്നത്തെ റെസിപ്പി. ഷുഗർ പേഷ്യൻസിനോ ആർക്ക് വേണമെങ്കിലും കഴിക്കാം ഇന്നത്തെ പുട്ട്. കുട്ടികൾക്ക് കൊടുത്താലും ആർക്കും ഇഷ്ടപ്പെടുന്ന ഒരു പുട്ടാണ് ഇന്നത്തെ റെസിപ്പി. എല്ലാവർക്കും സ്വാഗതം. വെൽക്കം ടു പ്രഭാസ് വെജി വേൾഡ്. ഇനി ഈ പുട്ട്, ഇന്നത്തെ പുട്ടിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഇതാ 1 കപ്പ് ചോളത്തിൻ്റെ മാവ് കൊണ്ടാണ്. നാട്ടിൽ ചോളത്തിൻ്റെ പുട്ടുപൊടി തന്നെ കിട്ടും, അതാണെങ്കിൽ ചൂടാക്കേണ്ട ആവശ്യമില്ല. ഇതിനെ ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 5 മിനിറ്റ് നമുക്ക് ചൂടാക്കി കൊടുക്കാം. ഇതിവിടെ മക്കിക്ക് ആട്ട എന്ന് പറഞ്ഞിട്ട് നമുക്ക് മില്ലുകളിലും ലുലുവിലും എല്ലാവിടെയും തന്നെ കിട്ടാനുണ്ട്. അപ്പോൾ ഇതിനെ ഒന്ന് ചൂടാക്കി കൊടുക്കുന്നത് നല്ലൊരു ഫ്ലേവറൊക്കെ വരുന്നുണ്ട്. ഇപ്പോൾ ഇതൊരുവിധം ചൂടായി വരുന്നുണ്ട്. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചെയ്യാനായിട്ട്, എന്നാലേ അതാവുള്ളൂ, ഇല്ല എങ്കിൽ കരിഞ്ഞു പോവും. ഇനി ഞാൻ അതിലേക്ക് 1 കപ്പ് ഓട്സും കൂടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇപ്പോൾ ഈ ചോളത്തിൻ്റെ മാവ് ഇല്ല എന്ന് വിചാരിക്കുക, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഗോതമ്പ് മാവ് വേണമെങ്കിൽ അത് ഉപയോഗിച്ചിട്ടും ഈ പുട്ട് ഉണ്ടാക്കാം. അപ്പോൾ ഇതാത് നന്നായിട്ട് നമ്മുടെ ഓട്സും കൂടി ഇട്ടതുകൊണ്ട് ഒരു 5 മിനിറ്റ് ഇതേമാതിരി ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 2-3 മിനിറ്റ് നമുക്ക് ആക്കിയിട്ടുണ്ട്. ഇനി ഇത് തണുക്കാൻ വയ്ക്കാം. തണുത്തതിന് ശേഷം മാത്രമേ പുട്ടിന് നനയ്ക്കാൻ പറ്റുള്ളൂ. ഇന്നത്തെ പുട്ടൊരു വെറൈറ്റി ആണല്ലോ. അപ്പോൾ ആ പുട്ടിന് വേണ്ടി ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ എണ്ണ മാത്രമേ ഒഴിക്കുന്നുള്ളൂ. ഇത് ഞാൻ പറഞ്ഞല്ലോ, ഇതൊരു വെയിറ്റ് ലോസ് റെസിപ്പി കൂടിയാണെന്ന്. അപ്പോൾ എണ്ണയൊക്കെ കുറച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. അതിലേക്ക് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുകൊന്ന് നന്നായി പൊട്ടട്ടെ. കടുക് പൊട്ടി വരുമ്പോൾ നമുക്ക് 1 ടീസ്പൂണോളം നമുക്ക് ഉഴുന്നപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. ഉഴുന്നപ്പരിപ്പും നന്നായി പൊട്ടണം. ഒരു ചുവന്ന മുളകും കൂടി പൊട്ടിച്ചിട്ടുണ്ട്. ചുവന്ന മുളകിൻ്റെ ഒരു ഫ്ലേവർ നല്ല രസം കിട്ടും. അതിലേക്ക് കുറച്ച് കടുകും നമ്മുടെ കരിവേപ്പിൻ്റെ ഇലയും കൂടി ഇട്ട് കൊടുത്ത് അതിനെ ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇത് കണ്ടപ്പോൾ ഉഴുന്നപ്പരിപ്പൊക്കെ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കുറച്ച് ഉള്ളിയാണ്. ഞാനൊരു ചെറിയ ഒരു ഉള്ളിയാണ് മുറിച്ചത്. അതിൻ്റെ കൂടെ ഒരു 3 പച്ചമുളകും ചെറുതായി അരിഞ്ഞിട്ടുണ്ട്. കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ട് നന്നായി ഇതിനൊന്ന് പച്ചമണം മാറുന്ന വരെ സോട്ട് ചെയ്യാം. ഇത് ഗോൾഡൻ കളർ ആവേണ്ട ആവശ്യമൊന്നുമില്ല. ഇതൊന്ന് നന്നായി സോട്ട് ചെയ്തെടുക്കാം നമുക്ക്. ഇപ്പോൾ കണ്ടോ, നന്നായി ആ പച്ചമണമൊക്കെ മാറി ഒന്ന് സോട്ടായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു മീഡിയം സൈസുള്ള ടൊമാറ്റോ ചെറുതായി അരിഞ്ഞതാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഈ ടൊമാറ്റോ നല്ലോണം മാഷ് ആവണം, നന്നായി കുക്കാവണം ടൊമാറ്റോവും. അതുവരെ അതിനെ ഒന്ന് നമുക്ക് മിക്സ് ചെയ്ത് ഒന്ന് അടച്ച് വെച്ച് വേവിക്കാം. നമുക്ക് അടച്ച് വയ്ക്കുമ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ വേഗം തന്നെ നമ്മുടെ തക്കാളി മാഷായി കിട്ടും. അപ്പോൾ ഇതാ തക്കാളി നന്നായി മാഷായി വന്നിട്ട് അതിനൊന്ന് നമ്മുടെ ആ തവ കൊണ്ടൊന്ന് ജസ്റ്റ് ഒന്ന് അമർത്തി കൊടുക്കുകയും കൂടി ചെയ്ത് കഴിഞ്ഞാൽ വൃത്തിയായിട്ട് മാഷായി വരും. അപ്പോൾ ഇനി നമുക്കൊരു 5 മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂണോളം മുളക് പൊടി. അത് രണ്ടും മാത്രമേ ഇതിൽ മസാല വേണ്ട, വേറെ ഒന്നും തന്നെ വേണ്ട. ഇനി അതിനെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുന്നു. ഇനിയാണ് ഇതിലേക്ക് നമ്മുടെ ബാക്കി ഹെൽത്തി ആയിട്ടുള്ള പുട്ടാണെന്നും കൂടി പറഞ്ഞല്ലോ. ഇനി അപ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് സാധനങ്ങൾ ഇടാണ്ട്. ഇതാ അരിഞ്ഞ് വെച്ചിട്ടുള്ള പൊടിയായി അരിഞ്ഞ് വെച്ചിട്ടുള്ള ബീൻസ് ഒരു 1/2 കപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത് ഒരു 1/2 കപ്പ്. ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് ക്വാണ്ടിറ്റി ഇട്ട് കൊടുക്കാം. ഞാൻ ക്യാബേജും ഇതേമാതിരി ഒരു 1/2 കപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് കുറച്ച് ആവശ്യത്തിന് ഉപ്പും കൂടിയിട്ട് ഇളക്കിയതിന് ശേഷം ഇതൊന്ന് വേവിച്ചെടുക്കാം. ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ തന്നെ ഇത് കുക്കായി കിട്ടും. ആദ്യം ഇതിനെ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതാ മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇതിനൊന്ന് അടച്ച് വെച്ച് ഒരു 5 മിനിറ്റോളം നമുക്ക് കുക്ക് ചെയ്യാം. അപ്പോൾ ഇത് 5 മിനിറ്റോളം ലോ ഫ്ലെയിമിൽ കുക്കായപ്പോൾ നമ്മുടെ ക്യാരറ്റും ബീൻസും നമ്മുടെ ക്യാബേജും ഒക്കെ നന്നായി കുക്കായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ഒന്ന് ജസ്റ്റ് തണുക്കാൻ വെക്കാം. തണുത്തതിന് ശേഷമേ മറ്റുള്ള പരിപാടികൾ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ പാനിൽ വേണമെങ്കിൽ മാറ്റി വയ്ക്കാം. ഇപ്പോൾ ഇതാ നമ്മുടെ പുട്ടുപൊടിയുടെ മിക്സ് ഒന്ന് തണുത്തിട്ടുണ്ട്. ഞാൻ അതിനെ ആദ്യം കൈകൊണ്ട് ആ ഓട്സിനെ ഒന്ന് ഉടച്ചു കൊടുക്കണം. ഓട്സിനെ പൊടിക്കാതെ തന്നെ ഇങ്ങനെ ചെയ്യുന്നത് നല്ലൊരു ടേസ്റ്റ് തന്നെ കിട്ടും. അപ്പോൾ അതിനെ ആദ്യം ഞാൻ കൈകൊണ്ടൊന്ന് ജസ്റ്റ് ആക്കിയിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് തേങ്ങ, നമ്മുടെ ഇഷ്ടത്തിന് തേങ്ങ ഇട്ട് കൊടുക്കാം. അപ്പം ഞാനൊരു കുറച്ചൊരു തേങ്ങ എടുത്ത് ജസ്റ്റ് ആ ഇതിൻ്റെ കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ആ ഓട്സ് ഉടയാനും ഈസിയാകും. നമുക്ക് പുട്ടിന് ആവശ്യത്തിന് ഇങ്ങനെ തേങ്ങ ഇടുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് പുട്ടിലേക്ക് നമ്മുടെ തേങ്ങ കടിക്കുകയും ചെയ്യാം. ഇപ്പോൾ ഇതാ അതൊക്കെ റെഡിയായി വരുമ്പോൾ നമുക്ക് ഒരു ലേശം ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. നമുക്ക് അധികം ഉപ്പിട്ട് കൊടുത്തിട്ടില്ല, കാരണം നമ്മളിതൊരു സ്പെഷ്യൽ പുട്ടാണെന്ന് പറഞ്ഞാൽ. അപ്പോൾ ഉപ്പിട്ടിട്ട് ജസ്റ്റ് ഒന്ന് അതിനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം.
ഇനി നമുക്കിതിലേക്ക് ആ തണുത്ത് വന്നിട്ടുള്ള വെജിറ്റബിളിൻ്റെ മിക്സിന് ഇട്ട് കൊടുക്കാം. മുഴുവൻ വേണമെന്നില്ല, നിങ്ങൾക്ക് ഇട്ട് കൊടുക്കണ്ടെങ്കിൽ അത് നോക്കിയിട്ട് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ലേശം മാറ്റി വെച്ചിട്ട് ബാക്കി മുഴുവൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഏകദേശം ഉണ്ടാക്കിയതിൽ ആകെ ഒരു 2 ടീസ്പൂൺ മാത്രമേ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ചെയ്യാൻ പാടുള്ളൂ. ഇത് ആദ്യം അതിനെ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിലത്തെ മോയ്സ്ചർ കണ്ടൻറ്റും ഇതിനെ പറ്റും. പിന്നെ തളിച്ചാണ് കുഴക്കേണ്ടത്. അത് ഒരുപാട് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല, കാരണം ഓട്സൊക്കെ പെട്ടെന്ന് തന്നെ ഒട്ടിപ്പിടിക്കാനുള്ളൊരു ചാൻസ് ആവും കിട്ടും. ഇത് തളിച്ച് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കട്ടയൊന്നും അധികം ഇല്ലാത്ത സൂപ്പർ സോഫ്റ്റ് പുട്ട്, അത് നല്ല മിക്സ്ഡ് വെജിറ്റബിളൊക്കെ ഇട്ടിട്ട് എന്താ ഒരു ഹെൽത്തി. ഇതാണ് ഞാൻ പറഞ്ഞത് ഇത്രയും ഹെൽത്തിയാണ് ഈ പുട്ടെന്ന്. ഇതിൽ ക്യാരറ്റ് ഉണ്ട്, ബീൻസ് ഉണ്ട്, ക്യാബേജ് ഉണ്ട്, എന്തൊക്കെ സംഭവങ്ങളറിയോ. അത് മാത്രമല്ല ഇതിനാവശ്യത്തിന് എരിവും പുളിയൊക്കെ ഉണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ഇത് കഴിക്കാൻ സൂപ്പറാണ്. അപ്പോൾ ഇതാ അടച്ചിട്ട് കുതിർത്ത് വന്നതിന് ഒരു 10 മിനിറ്റ് അടച്ച് വയ്ക്കാം. ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ എല്ലാറ്റിലും നല്ലോണം കറക്റ്റ് വെള്ളമൊക്കെ കറക്റ്റാണ്. വെള്ളം കറക്റ്റ് അല്ലെങ്കിൽ കുറച്ചും കൂടി വെള്ളം തളിച്ചെടുക്കാം. ഇനി നമ്മുടേതാ പുട്ട് കുറ്റിയുടെ ഉള്ളിലേക്ക് ആക്കുക മാത്രമേ വേണ്ടൂ. ഇനി നമ്മളിതാ പുട്ടുകുറ്റിയുടെ ആദ്യം നമുക്ക് ചില്ലിട്ട് കൊടുത്തിട്ടുണ്ട്. ചില്ലിട്ടതിന് ശേഷം തേങ്ങയിട്ടതാ ബാക്കി നമ്മുടെ പുട്ട് ഇതാ ഇങ്ങനെ ഫില്ല് ചെയ്യുക. ഇടയ്ക്കിടയ്ക്ക് കുറച്ച് തേങ്ങയിട്ട് എടുക്കാൻ മറക്കരുത്. അപ്പോഴാണ് അതിൻ്റെ ഒരു പുട്ടും തേങ്ങയും തന്നെ ആ പുട്ടിലെ തേങ്ങ കഴിക്കാൻ നല്ല രസമല്ലേ. അപ്പോൾ ഇതാ നമ്മുടേത് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇതിനെ ഇതാ മുകളിൽ കുറച്ച് തേങ്ങയും കൂടി വെച്ച് ഇതിനെ അടച്ച്, ഞാനിവിടെ കുക്കറിലാണ് കേട്ടോ വയ്ക്കുന്നത്. എനിക്കിത് കുക്കറിൽ വയ്ക്കുന്ന പോലത്തെ തന്നെയാണ്. ഇതാ കുക്കറിൽ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ആവശ്യത്തിന് വെള്ളം ഒഴിക്കാൻ മറക്കരുത്. അത് കഴിഞ്ഞ് അടച്ച് ഇനി ഇതിൻ്റെ മുകളിൽ വെച്ച് ഒരു 5 മിനിറ്റുള്ളിൽ പുട്ട് റെഡി. ഇതിപ്പോൾ നമുക്ക് സ്കൂളിലേക്ക് വേണമെങ്കിൽ കുട്ടികൾക്ക് കൊടുത്തയക്കാവുന്ന ഒരു റെസിപ്പി തന്നെയാണ്, കാരണം അതിലാവശ്യത്തിന് വെജിറ്റബിളുണ്ട്. ഇത് നല്ല സൂപ്പർ സോഫ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇതാ പുട്ട് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് അങ്ങനെ ഒരു പാത്രത്തിലേക്ക് ആക്കാട്ടോ. ഇങ്ങനെ പുട്ട് കാണുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നുന്നില്ലേ. ഇതാ ചില്ലൊക്കെ മാറ്റി ഇതിൻ്റെ കൂടെ ഒരു ചിരട്ടപ്പുട്ടും കൂടി റെഡിയായിട്ട് കേട്ടോ. അപ്പോൾ ഇത് ഇപ്പോൾ മനസ്സിലായില്ലേ എന്തുകൊണ്ടാണ് ഇത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പുട്ടെന്ന് പറഞ്ഞാൽ. അതിലിഷ്ടം പോലെ വെജിറ്റബിൾ ഉണ്ട്, ആവശ്യത്തിനുള്ള കാർബോഹൈഡ്രേറ്റും വെജിറ്റബിൾസും എല്ലാം കൂടി നിറഞ്ഞൊരു അടിപൊളി പുട്ടാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കി അഭിപ്രായമൊക്കെ അറിയിക്കുമല്ലോ. എൻ്റെ ചാനൽ ആദ്യം കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഫ്രണ്ട്സായിട്ടൊന്ന് ഷെയർ ചെയ്യാൻ മറക്കരുത്. വീണ്ടും അടുത്ത വീഡിയോയുമായി വരാം. അതുവരേക്കും ബൈ. താങ്ക് യു.